നമ്മയൊക്കെ കരുണയോടെ കാത്ത് ശാശ്വത ഭുജങ്ങളിൽ നമ്മയൊക്കെ വഹിച്ച് ഈ മൺപാത്രങ്ങളായ നമ്മൾ ഉടഞ്ഞു പോകാതെ വണ്ണം നമ്മളെ ആ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ച് നടത്തിയ ആ കർത്താവിന് സ്തോത്രം ചെയ്യാനാണല്ലോ നമ്മൾ ഇന്ന് പകലും ആലയത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ആയുസ് വേഗം ഈ ഭൂമിയിൽ നിന്ന് തീരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ മിടുക്കരായിരിക്കുന്ന നമ്മുടെ ശരീരം കൃമി തിന്നാനുള്ളതാണ്. ഈ ഭൂമിയിലെ വാസം പെട്ടെന്ന് തീരും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചർച്ചയിലുള്ളവർ തന്നെ ഈ ദിവസങ്ങൾ വേർപെട്ടതിന്റെ ചില അന്തരീക്ഷങ്ങളൊക്കെ നമുക്കറിയാനിടയാണ്. ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ കേട്ടിട്ടില്ല, ഈ കള്ളനെ കണ്ട പട്ടിയുടെ കുരയും ആ പട്ടി കേട്ടു കുരയ്ക്കുന്ന പട്ടിയുടെ കുരയും തമ്മിൽ വ്യത്യാസം. ഈ കള്ളനെ കണ്ട പട്ടി അതതിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കുരയ്ക്കുന്നത്. മറ്റുള്ള പട്ടികളൊക്കെ എന്തോ ഒരു ശബ്ദം കേട്ട് അവരങ്ങ് കുരച്ചു എന്നുള്ളൂ. പിന്നീട് അവർക്കൊരു യാഥാർത്ഥ്യവും മനസ്സിലാകാതെ വരുമ്പോ ഇങ്ങനത്തെ ഈ കേട്ട് വന്ന ഈ കുറച്ച് കേട്ട് കഴിയുമ്പോൾ കേൾവിക്കല്ല ഒരു പഴമ വരുമ്പോ അത് തന്നെ കേൾക്കാൻ ഒരു രസമില്ലാതെ വരും. എന്നാൽ എപ്പോഴും പുതിയത് കാണുകയാണെങ്കിൽ നമുക്കത് എപ്പോഴും ആനന്ദമാണ്. മക്കളെ, ഈ സാന്നിധ്യത്തിന്റെ സന്തോഷമൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ വെറും പെന്തിക്കോസുകാരെന്നൊരു മതചടങ്ങിലായാൽ നമ്മളൊന്നും അന്ത്യം വരെ കാണില്ല. വഴിയിൽ നമ്മൾ വീഴാൻ സാധ്യതകൾ വളരെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അധികം നാൾ ഈ ലോകം ഈ ഗതിയിൽ പോകില്ല. ഇതിനൊക്കെ വ്യതിയാനങ്ങൾ വരും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ അത് വേറെ പ്രശ്നമായി വരും. ഇപ്പോഴാണ് നാം കരയേണ്ടത്. ഇപ്പോൾ നാം ഉണരാതിരുന്നാൽ പ്രതിസന്ധികൾ കയറി വരും. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ലാതെ പോലെയാകും. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ ആത്മബലം പ്രാപിക്കണം. ശക്തി പുതുക്കേണ്ടവർ ശക്തി പുതുക്കണം. നമ്മളെ മുന്നോട്ട് വിടാതെ പലവിധ പ്രതിസന്ധികൾ വന്നേക്കാം. പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ദൈവകൃപ നമ്മളെ ഏറ്റെടുത്ത് ആത്മാവിന്റെ ബലത്തോടെ നമ്മൾ മുന്നോട്ട് പോകാനിടയാകണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പൗലോസ് പ്രാർത്ഥിച്ചാൽ ഒത്തിരി രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ചിട്ടും രോഗികൾ സൗഖ്യമാകാത്തതുണ്ട്. പോരാഞ്ഞിട്ട് പൗലോസിന് തന്നെ തന്റെ ശരീരത്തിൽ ബാധ നീങ്ങാതെ നിൽക്കുകയാണ്. എന്നിട്ടും പൗലോസ് ഒരു ദിനം പോലും ഈ കൃപ വ്യർത്ഥമാണെന്ന് പറഞ്ഞില്ല. ആ ദൈവ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ടോ, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. ഞാൻ ഇന്നും ആ കൃപ അനുഭവിക്കുകയാണ്. പലതിനും മറുപടി ഇല്ലായിരിക്കാം, പക്ഷെ കൃപ വ്യർത്ഥമല്ല. സ്തോത്രം. ദൈവത്തിന് നിന്റെ മേൽ പകർന്നിട്ടുള്ള കൃപകൾ വ്യർത്ഥമല്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുന്നത് കൊണ്ടല്ല നാം ദൈവത്തെ സേവിക്കുന്നത്. ചിലതിനൊന്നും മറുപടി ഇല്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനത്തോടൊക്കെ ബന്ധപ്പെട്ട് പറയുക, അവൻ എന്നും നല്ലവൻ തന്നെയാ. അതരം തുറന്ന് പറ ദൈവമക്കളെ, യഹോവ നല്ലവൻ. ഇവിടെ എല്ലാരും പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഞാൻ വീണ്ടും പറയുന്നു, യഹോവ നല്ലവൻ. ഈ 4 മാസത്തിന്റെ 12-ാം തീയതി വന്ന് നിൽക്കുമ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല. എനിക്കതൊന്നും എൻ്റെ വിഷയം പോലും അല്ല. പക്ഷെ എനിക്കറിയാം, എന്നെ കൈപിടിച്ചൊരു പിതാവ് എനിക്കുണ്ട്. അവൻ ഇന്ന് വരെ തള്ളിക്കളയാതെ, ഇന്ന് വരെ ഉപേക്ഷിച്ച് കളയാതെ, അവൻ വിളിച്ച് ഇന്നയോളം നടത്തിയെങ്കിൽ അവൻ നാളെയും നടത്താൻ ശക്തവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ മുമ്പ് പാടിയ പാട്ട് ഏതോ ഭക്തന്മാർ എഴുതി വെച്ചത്. ആ പാട്ടൊക്കെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്നെ ഭയങ്കരമായി ശക്തീകരിച്ചു. ആർക്കും വേണ്ടാത്തവനെ പോലെ തള്ളിക്കളഞ്ഞപ്പോ
ആർക്കും വേണ്ടാത്തതിനെ തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാത്തതുപോലെ, കൂട്ടായ്മയ്ക്ക് കരം തരാൻ പോലും ആളില്ലാത്തതുപോലെ സ്നേഹിച്ച് നിന്നവർ പോലും വിടക്കം തന്നെ തള്ളിയപ്പോ എന്റെ കർത്താവ് ഈ പാട്ടിലൂടെ എന്നോട് ഇടപെട്ടു. ആർക്കും വേണ്ടാതെ തള്ളിയാലും എനിക്ക് നിന്നെ വേണോ, ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞവർ എന്നെ ഇന്നയോളം നടത്തിയെങ്കിൽ ആ കർത്താവിന് ഞാൻ ഈ സഭാമധ്യേ ഉയർത്തുന്നു. അവൻ നിങ്ങൾക്കും നല്ലവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ മറന്നു കളയുന്നവന്. നമ്മൾ ഏറ്റേറ്റ് പറയണം, അവൻ നല്ലവനാണ്. എന്റെ വേദനയെല്ലാം പോയിട്ടല്ല നീ പറയേണ്ടത്. വേദന ഉള്ളപ്പോഴും പറയണം എന്റെ ദൈവം നല്ലവനാ. നിനക്ക് ഞെരുക്കം ഉള്ളപ്പോഴും നീ പറയണം എന്റെ ദൈവം നല്ലവനാ. സ്വോത്രം സ്വോത്രം സ്വോത്ര. നമ്മൾ ജീവൻ പോയ പറയില്ല, നമ്മൾ ഈ അതരം തുറന്ന് പറയില്ല. നമുക്ക് ഏതാണ്ടൊക്കെ വിഷമോ സ്വോത്ര. അത്യാവശ്യം സ്വോത്രം വന്നാലായി സ്വോത്ര. അതുപോലെ ഒരു ഒച്ച പറയാൻ കഴകത്തില്ലെന്ന് വേണ്ട പറയാൻ. കഴകത്തില് കള്ളപ്പിശാച് ഞെക്കി ഉപേന്തിച്ച് എല്ലാത്തിനെയും ഒതുക്കി വെക്കുമ്പോൾ അകത്ത് കൃപ ലഭിച്ച ചിലരെങ്കിലും പറ എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ദുഷ്ടപിശാച് എന്തെല്ലാം തന്ത്രം മെനഞ്ഞാലും യഹോവ എനിക്ക് നല്ലവനാണ്. അവൻ എന്നെ മറന്നു കളയുന്നവനല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നല്ലവനെന്നൊക്കെ ഏറ്റു പറഞ്ഞപ്പോ അവിടെയൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങിയെന്നല്ലേ. ഒന്ന് രണ്ട് വാക്കൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യ, എങ്കിലും ആ വചനം വന്നുകൊണ്ട് നമുക്ക് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാം. സ്വോത്ര സ്വോത്ര. ഒന്ന് ശലോമനോടൊക്കെ ബന്ധപ്പെട്ട് ആലയം പണി കഴിക്കുമ്പോ സ്വോത്രം സ്വോത്രം അപ്പൻ ആഗ്രഹിച്ചു, പക്ഷെ അപ്പന് നടക്കാത്തത് മകനെ കൊണ്ട് ദൈവം സാധിപ്പിച്ചു. ചിലത് സാധിപ്പിക്കുന്ന തലമുറകൾക്കായി ദൈവമക്കൾ എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്തോ. ഹല്ലേലൂയ. സ്വോത്രം സ്വോത്രം സ്വോത്ര. തലമുറകളായവരോട് ഞാൻ പറയുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കരുത്. നിന്നിലൂടെയൊക്കെ വലിയവ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്ക. നീ തകർച്ചയല്ല കാണേണ്ടത്, യഹോവ നിന്നിലൂടെ വലിയവ ചെയ്യാം. സ്വോത്ര സ്വോത്ര. പിതാക്കന്മാർക്ക് താല്പര്യപ്പെട്ടു, പക്ഷെ പിതാക്കന്മാരെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ചില്ല. ചെയ്യണമെങ്കിൽ ഒരു യോഗ്യത വേണം. എല്ലാവരും വിശ്വസിക്കും, ഒരു കാര്യം ചെയ്യണമെങ്കിലും ദൈവത്താൽ ഒരു യോഗ്യത വേണം. ഇല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലെന്നറിയണം. സ്വോത്രം സ്വോത്ര. ദാവീദ് ചിലതൊക്കെ സ്വരുക്കൂട്ടി, പക്ഷേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ദൈവം വാക്ക് പറയുക, നിന്റെ കടിപ്രദേശത്തുനിന്ന് ഒരു തലമുറയെ ഞാൻ പുറത്തു കൊണ്ടുവരും, അവനെ കൊണ്ട് ഞാൻ ചിലത് പണിയിക്കാൻ പോകുകയാ. വിശ്വാസത്തോടെ സ്വോത്രം ചെയ്യ്. എന്റെ യേശു കർത്താവ് മടങ്ങി വരാൻ താമസമുണ്ടെങ്കിൽ ഈ തലമുറകളിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന ചില ആത്മീയ വിശാലതകൾ, ചില ദൈവ മഹത്വത്തിന്റെ കാര്യങ്ങൾ വിശ്വാസത്തെ കണ്ട് സ്വോത്രം ചെയ്യ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വോത്രം സ്വോത്രം. അങ്ങനെ ദൈവം പറഞ്ഞ ആ കാലം വന്നു. ശലോമോനെ ദൈവം ആ രാജഭരണത്തിലേക്ക് വരുത്തി. ശലോമോന്റെ ഉള്ളിൽ ദൈവം ഒരു പ്രേരണ കൊടുക്കുകയാ, ഒരാലയം പണിയണം. എന്തെങ്കിലും ഒരു ആലയമല്ല, അത് മഹത്വത്തിനൊത്തൊരാലയമാകണം. ദൈവമക്കളെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവ മഹത്വത്തിനൊത്ത് ചെയ്യാൻ തയ്യാറാകണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. നമ്മൾ ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അങ്ങനെ ചെയ്താൽ നമ്മെ ആദരിക്കാൻ എന്റെ ദൈവ ശക്തനാണെന്നറിയാം. സ്വോത്രം സ്വോത്ര. ഈ ഇസ്രായേലിനെ ഒരു വാക്കും കൂടി ഒന്ന് പുറകോട്ടൊന്ന് പൊക്കോട്ടെ. അടിമകളിൽ നല്ല ദൈവം അവരെ വിടുവിച്ചെടുത്തോണ്ട് വന്നേ. ഒന്നുമില്ലായ്മയിൽ ദൈവം അവരെ വിടുവിച്ചോണ്ട് വരികയല്ലേ. പക്ഷേ അവരുടെ മരുയാത്രയിൽ അവരുടെ പക്കൽ വിലമതിക്കാൻ പറ്റാത്ത പൊന്നും തങ്കവും വെള്ളിയും താമരവും ആമൻ എല്ലാം വരത്തക്ക പോലെ ദൈവം എന്തൊക്കെയോ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു. ലോകരുടെ മുമ്പിൽ നീ ബലഹീനമായിരിക്കും, പക്ഷെ നീ അറിയാത്ത ഉറവകൾ തുറക്കാൻ, നീ അറിയാത്ത വഴികൾ തുറക്കാൻ, നിന്നെ ആദരവോടെ നടത്താൻ നാം സേവിക്കുന്ന ദൈവത്തിന് കഴിയും.
ധൈര്യമായി ദൈവത്തിന് ആരാധന കൊടുക്ക. ചിലവന്റെ കയ്യിൽ ചില നിറവ് തരുമെന്ന്. സ്വത്ര ആ വാക്ക് സ്വീകരിക്കണേ, സ്വീകരിച്ചോണം. ഇന്ന് പകലും ദൈവം പറയുന്നു, ചിലതിന്റെ കയ്യിൽ ദൈവം ചില നിറവ് തരുമെന്ന്. ആർക്കാന്നൊന്നും എനിക്കറിയത്തില്ല. വിശ്വസിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ കർത്താവ് ഒരു ആലോചന പറഞ്ഞില്ലേ, ഇവിടെ ചിലർക്ക് ഇനിയും ചില അവകാശങ്ങൾ എഴുതി മാറാനിടയാവും. അവര് സാക്ഷ്യം പറയുന്ന എപ്പോഴേലും പറയട്ടെ. അവൻ ഇന്നലെ ഒരു സാക്ഷ്യം കേൾക്കുക, ഒരു കൂട്ടർ 20 സെന്റ് സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തെന്ന്. എടാ, ദൈവം ഒരു വാക്ക് പറഞ്ഞ് ആരെയും കണ്ടൊന്നുമല്ല ദൈവം ദൂത് പറയുന്നത്. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവം, അവനാണ് ദൂത് പറഞ്ഞ അത് നിറവേറിയെങ്കിൽ. ഇപ്പൊ പറഞ്ഞ ദൂതു ആ ദൈവം പറയുക, ചിലതിന്റെ കയ്യിൽ ഞാൻ ചില നിറവ് തരും. ചില നിറവ് ഞാൻ എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഈ പകലെ അനുഭവിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. ചില നിറവുകൾ ആ പദന്റെ നാവിൽ വീണ്ടും ദൈവം തരിക. അതെന്താന്ന് എനിക്ക് ഇനിയും വിവരിക്കാൻ അറിയില്ല. പക്ഷെ നിറവെന്നൊരു പദ ദൈവാത്മാ കൂടെ കൂടെ പറയുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവർ സ്വത്രം ചെയ്തോ. ദൈവം തരുന്നത് കുറവല്ല, അവൻ തരുന്നത് നിറവാണ്. അത് യോഗ്യമായതാണ്, അത് മഹത്വമായതാണ്, അത് ചെയ്തുള്ളതാണ്. ഹല്ലേലൂയ. സ്വത്രപ്പോ ശലോമോന്റെ പക്കൽ ഈ ഇസ്രായേൽ ഈ കഷ്ടതയിൽ നിന്ന് വന്നപ്പോ, അടിമകളിൽ നിന്ന് വന്നിട്ട് പുറപ്പെടാൻ നേരത്തൊക്കെ ഉണ്ടായ സംഭവം നമുക്കറിയാം. അവിടെയും ദൈവം ഒരു മനസ്സ് കൊടുത്തോണ്ടല്ലേ ഫറവോന്റെ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പ്രേരണ കാണിച്ചത്. മക്കളെ, നിനക്ക് എന്തേലും നന്മ വരണമെങ്കിലും ദൈവം ഇടപെടണമെന്ന് വിശ്വസിക്കുക. ദൈവം ഇടപെടുന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല. ദൂതുമാറണ്ട, ഹഗ്ഗായി വായിക്കണ്ട. ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിലുണ്ട്, നിങ്ങൾ അധികം കിട്ടുമെന്ന് വെച്ച് നിങ്ങൾ അധ്വാനിച്ചു, ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. അപ്പോ ദൈവം ഊതിയാൽ പിന്നെ അവിടെ ഒന്നും കാണില്ല. എന്നാൽ നീ ദൈവകൃപയിൽ നിന്നാൽ ദൈവം നിനക്ക് ചിലത് ശേഖരിച്ചു കൊണ്ടുവരും. ഞാൻ ഈ വാക്ക് പറയുമ്പോഴേ ഈ തേനീച്ചക്കൂട്ടിലേക്ക് അവിടെവിടങ്ങളിൽ നിന്ന് പൂമ്പൊടി ശേഖരിച്ചുകൊണ്ട് തേനീച്ച വരുന്നത് പോലെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ തരുകയോ. നീ പോലും അറിയാത്ത ചിലത് എൻ്റെ ദൈവം നിനക്ക് ശേഖരിച്ചു തന്ന് ഒരു പുത്തൻ അനുഭവം കൊണ്ട് തന്നെ നിറയ്ക്കുക. എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ സഭയോട് ദൈവ ആലോചന തരുകയോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് ഒരു ഗുണം പോലെ ഇപ്പൊ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു വാക്ക, അവർക്ക് വാങ്ങാൻ താല്പര്യമുള്ളതുപോലെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കാനും താല്പര്യമുള്ളവരാണ്. നമുക്കല്ലേ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഭയങ്കര പാടാ. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൂതാ ഞാൻ ഈ പറയുന്നത്. ഇസ്രായേലിനോട് മിസ്രയീമ്യരോട് ചോദിക്കാൻ പറഞ്ഞപ്പോ, ഞാൻ എങ്ങനെയാ ചോദിക്കുന്നേ എന്നും പറഞ്ഞ് അവിടെ വട്ടവും കറങ്ങി നിന്നില്ല. ചോദിക്കാൻ പറഞ്ഞപ്പോ ദൈവത്തിന്റെ ശബ്ദമായോണ്ട് അവര് പോയി അയൽക്കാരോടെല്ലാം ചോദിച്ചു. ചോദിച്ചവർക്കെല്ലാം ഫറവോന്റെ നാട്ടിൽ അവിടെ അകത്തിരുന്ന നന്മകളൊക്കെ ആ അടിമകൾക്ക് എടുത്തു കൊടുക്കാൻ ദൈവം ഹൃദയത്തെ ഉണർത്താനിടയാ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു വാക്കും കൂടെ നിങ്ങൾ സഹിക്കുക, അത് പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നു. സ്തോത്രം, എന്റെ താല്പര്യമൊന്നുമല്ലത്. സ്തോത്രം, ചിലതൊക്കെ കുഴിച്ചു ചെല്ലുമ്പോൾ, പണ്ടേ നാളിലൊക്കെ നമ്മൾ ചിലടത്തൊക്കെ, ഇപ്പോഴും ചിലടത്തൊക്കെ കേൾക്കുക, ആമൻ കുഴിച്ചു ചെല്ലുമ്പോൾ നീതിയുള്ള പാത്രം കണ്ടെന്നും, വീട് വെക്കാൻ തറ വെട്ടിയപ്പോ, കിണർ വെട്ട ആമൻ കുഴിയെടുത്തപ്പോ ആമൻ നീതി കുഴിച്ചു വെച്ചത് കണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ ഇന്ന് പകൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരും കാണാത്ത ചില നിധി പോലെയുള്ളത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വചനത്തിൽ ഒരു വാക്കേറ്റെടുക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിയിട്ടില്ല. നീ വിചാരിക്കുന്നതിലുപരിയോ അവൻ കരുതാൻ ശക്തവനാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നാൽ നിർഭാഗ്യവശ
ഇപ്പൊ നിധി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് കുഴിക്കുക, പക്ഷെ ഒരു നിധിയും കാണുന്നുമില്ല. അതായി കൃപയും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. പ്രവൃത്തി കൊണ്ട് നേടാൻ നോക്കുന്നവൻ ചിലപ്പോ പലതും നേടാതിരിക്കുമ്പോ കൃപയ്ക്കൊറ്റ രാത്രി മതി സകലത് നിനക്ക് നിറച്ചു തരാൻ. ഒരായുസ് മുഴുവൻ ഒരാൾ അധ്വാനിക്കുന്നത് ഒരു രാത്രി കൊണ്ട് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ നാം ആരാധിക്കും ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പൊന്നാഭരണം, വെള്ളിയാഭരണം, വിശേഷ വസ്ത്രങ്ങളും ഒക്കെ ഇസ്രായേലിന് കിട്ടി. അവരെല്ലാവരും സ്തോത്രം 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 അവരെല്ലാവരും സ്തോത്രം ആ നന്മകൾ പ്രാപിച്ചു. ദൈവം ഒരു കാര്യം അളക്കാൻ തുടങ്ങിയ പിന്നെ ആർക്കും അതിനെ തടയാൻ പറ്റില്ലെന്ന് നീ അറിയണം. ദൈവം നിനക്ക് വേണ്ടി ആ പദമൊക്കെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോണം. അവനാണ് അളക്കുന്നതെങ്കിൽ അതിനെ ആർക്കും പിന്നെ തടയാൻ പറ്റില്ല. നീ വിചാരിക്കുന്നതിലുപരിയായി ചിലത് തന്ന് നിന്നെ ജയത്തോടെ ഈ ഭൂമിയിൽ നടത്താൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. ഈ ജനം വാങ്ങാൻ താല്പര്യമുള്ളതുപോലെ തന്നെ സ്തോത്രം സ്തോത്രം ഈ മക്കൾ കൊടുക്കാനും താല്പര്യമുള്ളവരാ. സ്തോത്രം സ്തോത്രം. എന്നെ കൊടുക്കാൻ താല്പര്യം. സ്തോത്രം. ഈ ആർക്കാ നീ പൊന്നും ഇച്ചിരി തങ്കവും ഇച്ചിരി വെള്ളിയും ഈ നല്ലതൊക്കെ കയ്യിൽ വന്നാൽ സ്തോത്രം അന്നേരം ഉപദേശിക്ക് എന്നതേലും ഒരു ദർശനം ഉണ്ടാവും. സമാഗമന കൂടാരം പണിയണം. സ്തോത്രം. ഇപ്പോഴാ ആമേ ഒന്ന് നടുനൂർത്ത് 4 ദിവസം അടി കിട്ടാതെ യാത്ര ചെയ്യാൻ തുടങ്ങിയുള്ളൂ. സ്തോത്രം സ്തോത്രം. ഇവിടെ ഇപ്പൊ മോശയ്ക്ക് താല്പര്യമൊന്നുമില്ലെന്ന് ഇവിടെ സമാഗമന കൂടാരം പണിയാൻ. പക്ഷെ ദൈവം അവനോട് പറയുക, നീ ഇതൊന്ന് പണിതെടുക്കണം, നീ ഇവിടെ ചിലത് പണിയണം. എങ്ങനെയൊന്ന് ചോദിക്കണ്ട, എന്റെ ജനത്തിന്റെ പക്കൽ ഞാൻ അതിന് നന്മ പകരുകയാണ്. ഇപ്പോൾ ആ മോശ വന്ന ആ ദർശനം താഴ്വരയിൽ പറയുമ്പോൾ അവൻ വാങ്ങിയ അതേ സന്തോഷത്തോടെ അവരെല്ലാം കൊടുക്കാനും തയ്യാറായി. ബൈബിളിൽ എടുത്തെഴുതിയൊരു വാക്കുണ്ട്, പൂർണ്ണ സന്തോഷത്തോടെ നല്ല മനസ്സോടെ കൊടുത്തവരിൽ നിന്നെല്ലാം മോശ അത് വാങ്ങി. അങ്ങനെ കൊടുത്തപ്പോൾ പണിക്ക് മിച്ചവും കൂടെ അവിടെ വരത്തക്ക പോലെ ദൈവം വഴി തുറക്കാനിടയായി. എന്റെ മക്കളെ, ഈ വാങ്ങുന്ന പോലെ ദൈവത്തിന് കൊടുക്കാനും തയ്യാറായാൽ നിനക്ക് കുറവല്ല വരുന്നത്, നിനക്ക് മേത്തരമായി നിനക്ക് തൃപ്തി വരുന്നത് പോലെ നമ്മെ നടത്തുന്നവൻ മതിയായവനോ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പൊ അവര് അതുപോലെ കൊടുത്തു. സമാഗമന കൂടാരൊന്നും ചെറിയ കേസല്ല, ചെലവുള്ള പണിയാ, ചെലവുള്ള പണി. പക്ഷെ അവരത് പണിതു. ആ കൂടാരം കഴിഞ്ഞ് അവരിപ്പോ വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോ സ്ഥിതി മാറിയപ്പോഴല്ലേ ആ കൂടാരം പോരാ എന്നൊരു തോന്നൽ വന്നേ. ഈ കാലം മാറുമ്പോ ഇപ്പൊ ഇസ്രായേലിന് മനസ്സിലായി, സമാഗമന കൂടാരത്തിൽ ആരിറങ്ങി? ദൈവ സാന്നിധ്യം ഇറങ്ങി, തേജസ് കണ്ടത്. അതൊക്കെ അതിന്റെ അളവിലൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പൊ മനസ്സിലാകുകയാണ് അത് പോരാ, ഒരാലയം പണിയണം. ഇത്രയും നമ്മളെ വളർത്തിയ ആ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം. അതിനുവേണ്ടി പലരും പ്രയത്നിച്ചു. എന്നാൽ ദാവീദിന് ആഗ്രഹമുണ്ടായി, അവനെ ദൈവം തടഞ്ഞു. ഇപ്പൊ ശലോമോനെ ദൈവം രംഗത്ത് കൊണ്ടുവരികയാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ചില ദർശനമുള്ള ശലോമന്മാർ ആലയത്തിൽ വരേണ്ടതിനൊന്ന് സ്വോത്രം ചെയ്ത് ഇതിനകത്തുള്ള ചിലർക്ക് വലിയ ദർശനം ദൈവം കൊടുക്കുക. എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് ദൈവം ചിലരെയൊക്കെ പ്രാപ്തരാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ശലോമോനൊക്കെ ആലയം പണിതപ്പോഴേ ദൈവം വേറെ മാപ്പൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ വേറെ അതിന്റെ ദൈവത്താൽ ഒരു ദർശനമൊന്നും പിന്നീടില്ല. സമാഗമന കൂടാരത്തിന്റെ അതേ രൂപത്തിൽ അവൻ പണിയുക. പക്ഷെ താമരത്തൊട്ടിയൊക്കെ പണിതപ്പോ അതേ അളവിൽ ഒരു താമരത്തൊട്ടി പണിയാനല്ല ശലോമോൻ താല്പര്യപ്പെട്ടത്. അതിനെ താമര കടലാക്കി മാറ്റി.
എന്റെ മക്കളെ, ദൈവം നിനക്ക് ദർശനം തന്നാൽ, ദൈവം നിനക്ക് പ്രാപ്തി തന്നാൽ, നീ ചെയ്യുന്നതെല്ലാം അതിന്റെ മഹത്വത്തിനൊത്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാനിടയാകണം. ഒരു താമര കടല് തന്നെ അവൻ ആലയത്തിനകത്ത് കൊണ്ടുവരിക. അത് നമുക്കറിയാം, താമരത്തൊട്ടി വചനത്തോടും പരിശുദ്ധാത്മാവിനോടും എല്ലാം ചേർന്ന് നിൽക്കുകയാ. നീ വളരും തോറും നിന്റെ അകത്ത് വചനത്തിന്റെ വ്യാപ്തി ഉണ്ടാകണം. നീ വളരും തോറും പരിശുദ്ധാത്മാവിന് വ്യാപ്തി ഉണ്ടാകണം. അതല്ല ഇടുക്കിയിട്ട് നീ മാത്രം വളർന്ന പോരാ, നാം വളരും തോറും ദൈവ സാന്നിധ്യത്തിന് വിശാലത ഉണ്ടാകണം. ദൈവ കൃപയും ഇതിനകത്ത് വിശാലമാകാനിടയാകണം. ഇപ്പോ ശലോമോൻ ആലയം പണിതു. ആലയം പണിതെല്ലാം തീർത്തപ്പോ അവൻ അതിനകത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുക. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ അവൻ പറഞ്ഞു തുടങ്ങുക, അല്ലെങ്കിൽ അവൻ പറയുന്നതിന് മുമ്പ് പുരോഹിതന്മാരെ കൊണ്ട് അവൻ പറയിക്കുകയാണ്. പറയുകയല്ല, പാടാൻ പറയുകയാണ്. യഹോവ നല്ലവനല്ലോ. ദിനവൃത്താന്ത 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമായിരിക്കുമെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഹല്ലേലൂയ. അവർ ദൈവത്തെ ഏക മനസ്സോടെ പാടി സ്തുതിച്ചപ്പോ ആലയത്തിൽ വീണ്ടും ഒരു ദൈവ സാന്നിധ്യം നിറഞ്ഞു. അപ്പൊ പാട്ടിനകത്തും സ്തുതിക്കകത്തും ഒരു ദൈവിക ബന്ധം ഉണ്ടാകുമെന്നൊരു വാക്കതിനകത്തില്ലേ? നമ്മൾ പാടുന്നത് രാവിലെ വരുമ്പോൾ ഒരു പാട്ട് പാടണമെന്നോർത്ത് പാടുകയല്ല, നമ്മൾ ഇവിടെ വന്ന് കൈ കൊട്ടണമെന്നോർത്ത് കൈ കൊട്ടുകയല്ല. ഇതും ദൈവാത്മാവുമായി ഒരു ബന്ധമുണ്ട്. നാം ചിലത് ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം അതിലേക്ക് ഇറങ്ങി വരാനിടയാവും. സ്തോത്രം, സ്തോത്രം. 120 പേർ ഏക മനസ്സോടെ, 10-60 പേർ ആലയത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എല്ലാം ഒന്നിച്ച് കൈയടിക്കാനിടയാകണം. ഏക സ്വരമായി ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. ഹൃദയം തുറന്ന് ദൈവത്തെ വാഴ്ത്താനിടയാകണം. എല്ലാവർക്കും പറയാൻ ഒറ്റ വാക്കാണുള്ളത്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് യഹോവയെ അവർ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ആലയം മുഴുവൻ ദൈവ തേജസ്സ് കൊണ്ട് ആമേൻ നിറഞ്ഞു. ഇന്ന് പകല് നമ്മൾ സ്തുതിച്ചാൽ സ്വർഗീയമായ ഒരു അനുഗ്രഹം നിന്റെ മേൽ ചൊരിയാൽ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നല്ലേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിലൂടെ ഒരു ആലോചന തരുന്നത്. നിനക്ക് ദൈവികമായ നിറവെല്ലാം വേണോ? നിനക്ക് ദൈവത്തിന്റെ സ്പർശനം എല്ലാം വേണോ? ആണെങ്കിൽ നീ ദൈവത്തെ ലജ്ജ കൂടാതെ സ്തുതിക്കാൻ തയ്യാറ്. നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടണോ? അതൊരു ചോദ്യം പോലെ ഇന്ന് പകലിടുക. ദൈവം ഇടപെടണോ നിന്റെ വിഷയത്തിൽ? നിനക്ക് ദൈവത്തിന്റെ ഒരു സ്പർശനം വേണോ? വേണമെങ്കിൽ നീ അകം തുറന്ന് ദൈവത്തെ വാഴ്ത്തണം. സ്വത്ര സ്വത്ര. നീ അധരം പൂട്ടിയിരുന്നാൽ നിന്റെ മേലേക്ക് ഒരു സാധനം ഇറങ്ങില്ല. അവിടെ ഒരു ദൈവീയ വിടുതലും നടക്കില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഹൃദയംഗമായി തുറന്നാൽ, നാമൻ ഇന്ന് പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ആരൊക്കെ സ്തുതിച്ചാരാധിക്കുമോ ആലയത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം വ്യക്തിപരമായ നമ്മുടെ മേൽ ഇറങ്ങിയിട്ട് അതിനാലൊരു നിറമുണ്ടാകാൻ, അതിനാലൊരു സന്തോഷമുണ്ടാകാൻ എന്റെ ദൈവമിടയാക്കും. ഹല്ലേലൂയ. അപ്പോ ഈ ദൈവീക സ്പർശനം നമ്മിലേക്ക് വരാൻ, ഈ വ്യക്തിപരമായി ഇത് അനുഭവിക്കണ്ടേ? ഈ ദൈവ സാന്നിധ്യത്തെ നമ്മൾ കുറെ ഒച്ച വെക്കുന്നതാണോ? ഇവിടുത്തെ ദൈവ സാന്നിധ്യ തെളിവ് അല്ലെന്നാണ് എൻ്റെ വിചാരം. ഒച്ചയൊക്കെ ഇതിന്റെ ഒരു പിൻപട പോലെ പുറകെ വരുന്ന കാര്യം. ഒരൊച്ചയില്ലാത്തപ്പോഴും അവന്റെ ഭയങ്കര സാന്നിധ്യം അറിയാനിടയാകണം. സ്വത്ര ഇവര് സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങനൊരു വിടുതൽ വരുമെന്നൊന്നും ഓർത്ത് ചെയ്തതല്ല. പക്ഷെ കൃപ അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നതുപോലെ ഇന്ന് പകലും ലാഭേച്ഛ കൂടാതെ പരമാർത്ഥ ഹൃദയത്തോടെ ആരൊക്കെ ദൈവം നല്ലവനെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമോ അവർക്കൊക്കെ കൃപയാ ചില നിറവുകൾ സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് ഈ പകൽ തെളിവായി ഈ വചനം കൊണ്ടൊരാലോചന തരുകയോ. വേണമെങ്കിൽ സ്തുതിച്ചാരാധിക്കുക. ആ ദൈവകൃപ വേണമെങ്കിൽ നീ പറ, എന്റെ ദൈവം നല്ലവൻ 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 നല്ലവൻ. ആയുഷെല്ലാം ഞാനവനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് വേണ്ടി ആരൊക്കെ നിൽക്കുവോ
അവനെ എൻ്റെ ദൈവം മറന്നു കളയില്ല. ആ പദം ഞാൻ അവിടെ നിർത്താം. ഇതേ ദിനവൃത്താന്ത പുസ്തകം തന്നെ, നമുക്ക് പരിചയമുള്ള കാര്യമൊക്കെ തന്നെയാ. യെഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരു ദൈവദാസന് ഒരല്പമല്ലാത്ത പ്രതിസന്ധി വന്നു. ഒരു സ്വസ്ഥത പോലെയൊക്കെ എല്ലാം ഒന്ന് നേരെ വന്നെന്നൊക്കെ തോന്നിയ സമയം പെട്ടെന്ന് നനയാത്ത ആമേ 2-3 രാജാക്കന്മാർ അവനെതിരെ വന്ന് അവനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുക. ദൈവമക്കൾ ഓർക്കണം, നമ്മൾ അറിയാത്ത സമയത്താണ് ചില കള്ളൻ വന്ന് കള വിതയ്ക്കുന്നതെന്നറിയണം. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കള്ളം വന്ന് കള വിതച്ച് പോയി കളയുക. യെഹോശാഫാത്തിന് മനസ്സിലായി, ഇത് സ്വന്തം ശക്തി കൊണ്ട് ഇതിനോട് എതിർക്കാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ മേൽ പരസ്പരം അറിയാത്ത ഏതെങ്കിലും ഭാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ തന്നെ കൈകാര്യം ചെയ്യാൻ പോകരുത്. നീ കാര്യം ദൈവത്തെ പരമേൽപ്പിച്ചോ, നീ കാര്യം സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചോ, നീ ദൈവത്തിൽ ശരണപ്പെട്ടിരുന്നോ, ദൈവ കാര്യം ഏറ്റെടുക്കോ, ദൈവം അതിന് പരിഹാരം വരുത്തോ. യഹോവയെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകാ. എന്റെ ദൈവ സംഗതി വരുത്തില്ല. നിനക്ക് ദൈവത്തെ അറിയാമെങ്കിൽ നീ ആ കാര്യം ദൈവത്തെ ഏൽപ്പിക്കുക. ദൈവത്തെ ഏൽപ്പിക്കുക. സ്വത്രം നീ ദൈവത്തെ കാര്യം ഏൽപ്പിച്ച ദൈവം കാര്യങ്ങൾ ഏറ്റെടുത്ത് തരും. തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നവന്. സ്വത്രം യെഹോശാഫാത്തിന് മനസ്സിലായി, ഇതെന്റെ കഴിവ് കൊണ്ട് ഇനി നേടാൻ പറ്റുന്നല്ല. ഒന്നാമത് അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടാകണം. എന്നെ കൊണ്ട് ചിലതൊന്നും കഴിയുകയില്ല. ഇത് ചങ്ക് പിന്നെയും വിരിച്ചങ്ങ് നിൽക്കുക. എന്നെ കൊണ്ട് ഒന്നും കഴിയില്ലെന്ന് സമ്മതിക്കുക. ഒന്നും കഴിയില്ലെന്ന് സമ്മതിക്കുക. ആര് തങ്ങളെ തന്നെ ശിശുക്കളെ പോലെ ദൈവസന്നിധി താഴ്ത്തുവോ അവരെയൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളത്. അഹങ്കാരികളോട് എൻ്റെ ദൈവം എതിർത്ത് നിൽക്കുകയാണ്. തന്നെത്താൻ ഉയർത്തുന്നവനെ എൻ്റെ ദൈവത്തിന് പ്രസാദമില്ല. അവനെ ദൈവം താഴ്ത്തിക്കളയും. എന്നാൽ ആരെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ, അപ്പാ ഇതിന്റെ മേൽ നിൽക്കാൻ എനിക്ക് എത്ര ആണിയില്ല, എനിക്ക് ശക്തി വേണമെന്ന് പറഞ്ഞ് കരയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം അവനെ മറികടന്നു പോകുന്ന ദൈവമല്ല. ഇന്ന് പകലും നനയാത്ത ഏതെങ്കിലും പ്രതിസന്ധി കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ പകൽ നീ സ്വയമായി അതിനോട് പ്രതികരിക്കാൻ നോക്കല്ല. ഒരു മാനുഷിക ഭുജം കൊണ്ട് അതിനെ എതിരിടാൻ നോക്കരുത്. നിന്റെ ബുദ്ധി കൊണ്ട് അതിനെ എതിരിടാൻ നോക്കരുത്. നീ ദൈവത്തിൽ കാര്യം വരമേൽപ്പിക്കുക. കാരണം നിനക്കൊരു ഉടമസ്ഥൻ ഉണ്ടല്ലോ, നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ ഉത്തരവാദിയാണോ? ദൈവം നമ്മുടെ ഉടമസ്ഥനാണെങ്കിൽ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ ആവശ്യകതനാണോ? സ്തോത്രം. ഈ ബോവസ് യൂത്തിനെ വീണ്ടെടുക്കുന്ന കാര്യം ആ നാട്ടിലെ നടപ്പനുസരിച്ച് വേറൊരു വീണ്ടെടുപ്പുകാരനും കൂടെ ഉണ്ടെന്ന് ബൈബിള് പറയുന്നു. അവനോട് പറയുക, നവോമിയെയും യൂത്തിനെയും വീണ്ടെടുക്കണം. നവോമിയെ മാത്രം വീണ്ടെടുക്കാൻ ആ വീണ്ടെടുപ്പുകാരൻ തയ്യാറാ. പക്ഷെ ബോവസ് പറയുന്നു, അതുമാത്രം പോരാ, അവളോട് കൂടെ വന്നിരിക്കുന്ന ആ മകൻ ഭാര്യയായ രൂത്തിനെയും കൂടെ നീ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ കൈമലർത്തുക, എനിക്കതിന് പറ്റില്ല. എന്നാൽ പറ്റില്ലെന്ന് പലരും പറഞ്ഞെടുത്ത് അവിടെ തന്നെ ബോവസ് അതിന് കൈ നീട്ടുക. ഇന്ന് പകൽ ദൈവത്തിന്റെ മക്കൾ ഇതിനകത്ത് പ്രാർത്ഥനയോടെ വന്ന് ആരോടൊക്കെയുള്ള ദൈവശബ്ദമാ. ചിലർ കൈ മലർത്തിയ സ്ഥാനത്ത് നിനക്ക് കൈ തരുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ, ഒരു നല്ല ബോവസായവൻ ഇന്ന് പകലും നമുക്കിതിന്റെ നടുവിലുണ്ട്. അവനെ നീ വിശ്വസിച്ചോ. അവൻ നിന്നെ മറന്നു കളയുന്നവനല്ല. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവിടുന്നവർ കൈവിടട്ടെ മക്കളെ, മറക്കുന്നവർ മറക്കട്ടെ. പക്ഷെ നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. സ്തോത്രം. ആ രൂത്തിനെയും കൂടെ വീണ്ടെടുക്കുന്ന അവസ്ഥ വന്നപ്പോ ചിലര് വഴിമാറി. പക്ഷെ ബോവസ് അതിനെ ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മോട് ഉത്തരവാദിത്വം പറഞ്ഞ, വാക്കു പറഞ്ഞ കർത്താവായി നീ വിശ്വസിച്ച് സ്വീകരിച്ച കർത്താവ്
ചില വിഷയം വരുമ്പോ നിന്നെ ഉപേക്ഷിച്ചു പോകുന്നവനല്ല. നീ പ്രമാണത്തിൽ നിന്നാൽ നിനക്ക് വേണ്ടി അവൻ കരം തരുന്ന ദൈവമാണ്. കൈ നീട്ടി എന്നുള്ള വചനത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നാർക്കോ വേണ്ടി ആ കരം വെളിപ്പെടും. ഇവിടെ പുതിയ നിയമത്തിൽ ഒരു വചന വെളിപ്പാടിനും കൂടെ ദൂതുറപ്പിക്കുകയോ. വിളി കേട്ടിറങ്ങിയ പത്രോസ് എന്തോ സാഹചര്യത്താൽ അവൻ താണു തുടങ്ങുമ്പോൾ യേശു കൈ നീട്ടി അവനെ പിടിച്ചു എന്ന് വചനത്തിൽ പറയുകയോ. നിന്നെ മുക്കാൻ തക്ക, നിന്നെ ചുഴറ്റാൻ തക്ക, നിന്നെ താഴ്ത്തിക്കളയാൻ തക്ക ഏതെല്ലാം സാഹചര്യങ്ങൾ നിന്റെ ജീവിത മേഖലയിൽ വന്നടിച്ചാലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ മറന്നു കളയുന്നവനല്ല. അവൻ നീ മുങ്ങിച്ചാകാൻ വിടുന്നവനല്ല. അവൻ കാരം തന്നു നിന്നെ ഉയർത്തുന്നവനാണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോ. ഒരു പ്രതിസന്ധിയോ നിന്നെ താഴ്ത്തിക്കളയില്ല. അവൻ വിടിവെക്കുന്ന ദൈവമാണ്. യഹോശാഫാത്ത് ഓർക്കാതെ കയറി വന്നൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ അവൻ വേഗം ഒരു ഉപവാസം നിയമിച്ചു എന്നൊക്കെ നമുക്കറിയാം. ഉപവസിച്ചും പ്രാർത്ഥിച്ചു ഇരുന്നപ്പോ അതിൽ ഒരുത്തന്റെ മേൽ ആത്മാവ് വന്നു. 20-ാം അധ്യായത്തിൽ ഒന്ന് വന്നേ. 22-ാം പുസ്തകം 20-ാം അധ്യായം. എനിക്ക് എന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാവൂ. യഗസിയേൽ എന്ന അപ്പോ ഈ എല്ലാവരും കൂടെ സഭാമധ്യേ പ്രാർത്ഥിക്കുക. ധൈര്യത്തോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ദൈവമക്കളെ, നമ്മുടെ കൊച്ചു പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ധൈര്യമായി നിൽക്കട്ടെ. ഇപ്പൊ ഇതാ യഹോശാഫാത്തിന് ഒരു പ്രതിസന്ധി വന്നു. അവനിപ്പോ ഒരു ഉപവാസം നിയമിച്ചു. സഭ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുവന്റെ മേൽ ആര് വന്നു? ആത്മാവ് വന്നു. അവരിലൂടെ ഒരു ദൈവശബ്ദം വെളിപ്പെട്ടു. ആ ദൈവശബ്ദം നമുക്കൊന്ന് വായിക്കാം. അടുത്ത വാക്ക് അവൻ പറഞ്ഞെന്തെന്നാൽ കേട്ടുകൊള്ളുവീൻ, ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ചെല്ലുവീൻ, കയറ്റത്തിൽ കൂടെ കയറി വരുന്നു. യെരൂവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ആയുള്ളവര് സ്ഥിരമായി നിന്ന് അല്ലേ ചുമ്മാ നോക്കി നിന്ന് വിടുതൽ പ്രാപിച്ചോളാൻ. അങ്ങനെയല്ല എന്റെ വാക്ക് വരുന്നേ. യുദ്ധം നിങ്ങളുടേതല്ല. യുദ്ധം ആരുടേതാണ്? നീ ദൈവത്തെ നോക്കി നിൽക്കെ തന്നെ നിന്റെ പ്രതിസന്ധി, വലിയ സമൂഹമില്ലേ, ആ വലിയ പ്രശ്നമില്ലേ, അതിനെ ദൈവം നിന്റെ കാൽക്കീഴ ആക്കി തരുമെന്ന്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ശിക്ഷയുടെ വിഷയവും നമുക്ക് ദൈവകരത്തിലും ഏൽപ്പിക്കപ്പെടാം. ഇവിടെ രോഗികളായിരിക്കുന്നവര് ദൈവകരത്തിലും ഏൽപ്പിക്കപ്പെടാം. ആ വലിയ വിഷയം ദൈവം ഒന്ന് ഏറ്റെടുക്കട്ടെ. ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ ഈ നേരത്ത് ഞാൻ അതിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു വരാൻ പോകുകയോ. 24 മണിക്കൂറിനകം ഒരു സ്വാതന്ത്ര്യം വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുമ്പോ അപ്പോ പിതാവ് സഭയുടെ ഭാരമുള്ള വിഷയത്തെ ദൈവം പരിഹരിക്കണേ. ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാചന കേൾക്കണമേ അപ്പ. ഞങ്ങൾക്ക് മറുപടി അയക്കണമേ അപ്പോ. അതിവേഗോടുന്ന വചനം ആ വീട്ടിലേക്ക് അയക്കണമേ അപ്പോ. ഞങ്ങളുടെ സഹോദരിക്ക് സൗഖ്യം കൊടുക്കണമേ അപ്പോ. പരിശുദ്ധ ആത്മാവേ നന്ദി അപ്പ. സ്തോത്രം. ഈ ദൂതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ പാടാൻ തുടങ്ങിയെന്ന് എവിടെയാ വാക്ക്? 19-ാം വാക്യത്തിലേക്ക് വന്ന് 18 അവൻ വീണു നമസ്കരിച്ചു. സാഷ്ടാംഗം
ഒരു ദൂത് കേട്ട ആ ദൂതിന്റെ മുമ്പിൽ നിന്നെ തന്നെ താഴ്ത്താൻ. ഞാൻ വീണ്ടും പറയുന്ന, ആലയത്തിൽ ഒന്നും മുട്ടുമടക്കാൻ പറ്റിയില്ലേ പോലും നിന്റെ സ്വന്തം കൂടാരത്തിലെങ്കിലും അഗ്നിജാലയ്ക്കത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ജനം തയ്യാറാകണം. നമ്മുടെ മേലായികയൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കല്ല്. നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി അവിടെയൊക്കെ വെളിപ്പെട്ടു വരുന്നത്. അവർ വണങ്ങി നമസ്കരിച്ചു. അപ്പോ ഈ ജനമെല്ലാം ഒന്നിച്ചങ്ങ് വന്നു. ജനം ഒന്നിച്ചൊരൈക്യതയിൽ വന്നിട്ട് അവൻ അവരുടെ മുമ്പിൽ നടന്ന് ദൈവത്തെ വാഴ്ത്തുവാനും അവൻ യഹോവയെ സ്തുതിപ്പീൻ, വായിച്ചവനെ ചൊല്ലുവാനും. ആമേൻ. അപ്പോ ചിലരെയൊക്കെ ദൈവാത്മാവിലങ്ങ് നിയമനം ചെയ്യുക. അങ്ങനെ അവർ പാടി സ്തുതിച്ചപ്പോഴാണ് അവിടെ ഭയങ്കര വിടുതൽ ദൈവം കൊണ്ടുവരിക. അവരങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ തന്നെ എതിരാളികളെ മുഴുവൻ തോൽപ്പിച്ചിട്ട്, ഞാൻ ആ ദൂതങ്ങ് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കാം. 28-ാം വാക്യത്തിൽ വന്നേ, 26-ാം വാക്യം വായിച്ചു. കൂടി ബെരാക്ക താഴ്വര എന്ന്, ഹല്ലേലൂയ, അവർ അവിടെ കൊള്ളയിടാൻ തക്കവണ്ണം ഒരു ദൈവിക വിടുതൽ അന്നത്തെ ആ സ്തുതി കൊണ്ട് എൻ്റെ ദൈവം വരുത്തിയെന്നാണ് ആ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഞാനൊരു ആമുഖം പറയാൻ നിന്നതാ, പക്ഷെ സമയം കടന്നുപോയി. ഇന്ന് പകൽ നീ ദൈവത്തെ ഒന്ന് വാഴ്ത്തി സ്തുതിക്കാൻ നിന്നാൽ, അവൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് വാഴ്ത്താൻ നിന്നാൽ, എൻ്റെ ദൈവം നീ നോക്കി നിൽക്ക്. ചില അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും. ഈ സഭയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ദൈവം ചിലത് ചെയ്യുമെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് അതിന് വിടുതൽ വരുന്നേ? പറയണം അല്ലേ? സ്തോത്ര. ലജ്ജയില്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വാസത്താലാ ചിലത് ചെയ്യുന്നത്. എന്ത് നടക്കുന്നൊന്നും നമുക്കറിയില്ല, എനിക്കും അറിയില്ല. നമ്മൾ ചിലത് പറയുമ്പോൾ, ഇവിടെ രണ്ടിടത്ത് ചില കാര്യം പറഞ്ഞപ്പോ ഒരു ദൈവപ്രവൃത്തി നടന്നുവെന്ന് വചനമാണ്. വിശേഷ 2-ാം ഭാഗം വായിച്ചതിനകത്ത് നിനയാത്ത ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനെ പോലെ യഹോശാഫാത്ത് നിന്നിട്ട് അവൻ കരഞ്ഞപ്പോൾ അവനോടുകൂടെ കരയാൻ ചിലര് വന്നു, ഉപവസിക്കാൻ ചിലര് വന്നു. ഉപവസിച്ചവന്റെ നടുവിൽ ദൈവാത്മാവ് ഇടപെട്ടു, ദൈവശബ്ദം കേൾപ്പിച്ചു. ദൈവശബ്ദത്തുമ്പിൽ ജനം താഴ്ത്തി അവരാ ദൈവത്തെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ദൈവം തന്നെ വിഷയം ഏറ്റെടുത്ത് കാര്യങ്ങൾ പരിഹരിക്കാനിടയാൽ. എൻ്റെ മക്കളെ, ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവും ഇല്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വിഷയം അത് ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇന്ന് പകൽ അവന്റെ കൈ കുറുകിയിട്ടില്ല. ഈ പകൽ നീ ഇവിടെ ഇരുന്ന് പറ, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ഒന്നും കൂടെ കേട്ടോ. സ്തോത്ര. ആദ്യം പറഞ്ഞത് വേണമെങ്കിൽ ഒരാലയൊക്കെ പണിത് കണ്ടതിന് ശേഷമാണ് അല്ലേ? ഒരു നന്മയൊക്കെ കണ്ടതിന് ശേഷമാണ് യഹോവ നല്ലവൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പറച്ചിലിനകത്ത് ഇപ്പോഴും വിടുതലില്ല, ഇപ്പോഴും ജയം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു നീക്കുപോക്ക വിഷയത്തിലില്ല. അവരിപ്പോഴും പ്രതിസന്ധിയുടെ മുമ്പില്. അവിടെ നിന്നോണ്ടാ പറയുന്നേ, യഹോവ നല്ലവനല്ലോ. ഇന്ന് പകൽ കാര്യം ഇതുവരെ നടന്നിട്ടില്ല, വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിനക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം നല്ലവൻ, എൻ്റെ ദൈവം നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പറഞ്ഞേ മക്കളെ, അതരം തുറന്നു പറഞ്ഞ്, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കും
എന്നേക്കുമുള്ളത്. ലജ്ജ കൂടാതെ പറ, യഹോവ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവർ ഇങ്ങനെ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോ എന്റെ ദൈവം ചില പ്രവർത്തി ചെയ്തെങ്കിൽ ആലയത്തിലിരുന്ന് നാം ഇത് പറയുമ്പോ നമ്മുടെ ശരീരത്തിന്റെ മേൽ, നമ്മുടെ വീട്ടിന്റെ മേൽ, നമ്മുടെ വസ്തുവിന്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, അവരുടെ ജീവിത സന്ധാരണത്തിന്റെ മേൽ എല്ലാം വിടുതലോ. എന്റെ ദൈവ വിശ്വാസം അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആ പദം ഒന്ന് സഭ കേൾക്കണം. യഹോവ എന്നേക്കും വാഴും. ആ ആ എനിക്ക് ഈ വാഴുമെന്നൊരു പദം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. എന്റെ ദൈവം ഇന്ന് പകൽ ചിലതിനെ വാഴും. ധൈര്യമായി ഒന്ന് പറഞ്ഞ്, യഹോവ ചിലതിനെ ഇന്ന് പകൽ വാഴും. എന്റെ ദൈവം വാഴുന്ന ദൈവമാണ്. ധൈര്യത്തോടൊന്ന് പറ മക്കളെ, വാ തുറന്ന് പറ, യഹോവ ചിലതിനെ ഇന്ന് പകൽ വാഴും. ആ വാഴുന്ന ദൈവത്തെ 146 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ വാണാൽ അവൻ ബദ്ധന്മാരെ അഴിച്ചുവിടും. അവൻ വാണാൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തും. അവൻ വാണാൽ പീഡിതർക്ക് അവൻ ന്യായം നടത്തി കൊടുക്കും. അവൻ വാണാൽ വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകും. അവൻ വാണാൽ അസാധ്യങ്ങൾ സാധ്യമായി വരും. അവൻ വാണാൽ കുരുടർക്ക് കാഴ്ച കിട്ടാനിടയാകും. അവൻ വാണാൽ തോറ്റവർ ജയാളികളായി മാറാനിടയാകും. വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് അവൻ വാഴുന്ന ദൈവമാണ്. ഇന്ന് പകൽ സകലത്തിന്റെ മീതെ വാഴുന്ന നാം ആരാധിക്കുന്ന ദൈവത്തിന് കരം തട്ടി ഒന്ന് ആരാധന കൊടുത്തോ. നിന്റെ വേദനയെ അവൻ വാഴട്ടെ, നിന്റെ സങ്കടങ്ങളെ അവൻ വാഴട്ടെ, പ്രതിസന്ധികളെ അവൻ വാഴട്ടെ, നമ്മെ മുഴുവനായി ദൈവം വാഴട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വാണാൽ അതിന്റെ വിടുതലുകൾ ഉണ്ടാകും. നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ പ്രവചനത്തിലുള്ള ഒരു വാക്ക, അവനൊരു സ്വപ്നമൊക്കെ കണ്ടു. സ്തോത്രം. പല സ്വപ്നം കണ്ടു. എല്ലാ സ്വപ്നവും എനിക്ക് തോന്നുന്നു ഭക്തന്മാരുടെ വിടുതലിന് വേണ്ടിയാ ചിലരെയൊക്കെ ദൈവം ചില സ്വപ്നം കാണിക്കുന്നേ. നമ്മുടെ നാട്ടിലും ലോകത്തിലൊക്കെ ഒത്തിരി ഭരണകർത്താക്കളുണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഇവിടെ ആരും കിടന്ന് നിരാശപ്പെടരുത്. ഭൂമിയിൽ എന്തു സംഭവിച്ചാലും തൻ്റെ മക്കൾക്ക് നന്മയ്ക്കായി കൂടിയാവരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ആ വാക്ക് ഇതിനകത്തുള്ള വാക്കാണെങ്കിൽ നീ അങ്ങനെ തന്നെ വിശ്വസിക്കണം. തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും ദൈവ നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. അങ്ങനെയല്ല വചനം. അങ്ങനെയാണ് ഇപ്പൊ യുദ്ധം വന്നപ്പോഴും നാം പറയേണ്ടത് നാശമായെന്നല്ല, അതും എന്റെ നന്മയ്ക്കായി എന്ന് നീ പറയാവൂ. ഒന്നും ദൈവം ദോഷങ്ങളിൽ ചെയ്യുന്ന ദൈവമല്ല. ഇന്ന് പകലും ദൈവത്തെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നമ്മുടെ ദൈവം ചിലതിനെ വാണുകൊണ്ടിരിക്കുക. നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം അവന് മനസ്സിലായില്ല, മറന്നുപോയി. രണ്ടാമത്തെ സ്വപ്നം അവൻ അറിയാം, പക്ഷെ അർത്ഥം മനസ്സിലായില്ല. അതിനെയൊക്കെ വിശദീകരിക്കാൻ ദാനിയേലിനെ ദൈവം അവന്റെ അടുക്കലേക്ക് വിടുക. ഞാൻ പറഞ്ഞ വാക്കൊന്നും കൂടെ പറയുന്നു. എവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രാർത്ഥിക്കുന്നവന്റെ വിടുതലിന് വേണ്ടിയേ ദൈവം ഇതെല്ലാം കൂട്ടിക്കൊണ്ടുവരികയുള്ളൂ. ഒന്നും നിനക്ക് നാശത്തിന് വരില്ല. ഇപ്പോ ദാനിയേൽ കൊട്ടാരത്തിൽ ചെന്ന് കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് നെബൂഖദ്നേസരോട് പറഞ്ഞൊരു വാക്കുണ്ട്. രാജാവേ, അത്യുന്നതനായ ദൈവം സകല രാജത്വത്തിന്റെ മേലും വാഴുന്നു എന്ന് അങ്ങ് അറിയണം. അങ്ങ് അറിയുന്നത് വരെ അങ്ങയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടിട്ട് അങ്ങ് കാട്ടിൽ പുല്ല് തിന്നുന്ന കാളയെ പോലെ മാറേണ്ടി വരുമെന്നൊക്കെ ആ ദൂത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. നെബൂഖദ്നേസറിനത് പിന്നത്തേതിൽ അനുഭവമായിട്ട് താൻ തന്നെ പറയുന്നു, അവനാണ് വാഴുന്നതെന്ന്, ദൈവമാണ് എല്ലാറ്റെയും വാഴുന്നതെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ എനിക്ക് വിടുതലായി. ഇന്ന് പകലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞ്, എല്ലാറ്റെയും വാഴുന്നത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. അവിടെ പിന്നെ സാത്താന് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ ദൈവം കാര്യം സാധിപ്പിച്ചു വരുന്നവരോ. എല്ലാറ്റിനും ഇത് നമ്മുടെ കർത്താവ്
എല്ലാറ്റെയും വാഴുന്നവന്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ സ്വോത്രം സ്വോത്രം 7-ാമത്തെ ദൂതൻ ഊതിയപ്പോ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാഘോഷമുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് പകലും ചില പ്രതിസന്ധികളുടെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് ചില ശബ്ദം വെളിപ്പെടാൻ പോകുക. പ്രതിസന്ധികളുടെ നടുവിൽ നീ ഉയരില്ല, നീ ഉയർക്കില്ല, നീ രാജത്വം പ്രാപിക്കില്ല, നീ യഥാസ്ഥാനത്താകില്ല, നീ ലോകത്തെ ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞു വാദിച്ചു കിടക്കുന്ന ലോകത്തിന്റെ പ്രഭുവിനെ പിടിച്ചു കെട്ടിയിട്ട് അവന്റെ രാജത്വത്തിന്റെ മേൽ എന്റെ ദൈവവും തന്റെ പുത്രനായ ക്രിസ്തുവും രാജത്വം ഏറ്റിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വിളംബരമുണ്ടായതുപോലെ ഈ 12-ാം തീയതി പകൽ ദൈവത്തെ ആരാധിക്കുന്ന തന്റെ ജനത്തോട് എന്റെ ദൈവം പറയുകയോ, ചിലതിന്റെ മേൽ എന്റെ യേശു വാഴുകയാണ്. അവൻ രാജത്വമേറ്റിരിക്കുന്നു. സ്തോത്രം. അത് നടക്കാൻ പോകുന്ന ഒരു സംഭവം. ഏതൊക്കെയാലും ഇത്രയും വായിച്ചില്ലേ? ഇനി ആ 19-ാം അധ്യായത്തിൽ ഇന്ന് നമുക്ക് 19-ന്റെ 6-ാം തോന്നുന്നു, അതും കൂടി ഒന്ന് വായിച്ചോ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ. ആ വാക്യമൊക്കെ ഹല്ലേലൂയക്ക് ഒരു നൃത്തമൊക്കെ ഇട്ടാൽ അവിടെ തന്നെ ഒരു ബലം കിട്ടുകയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ അതിനൊന്ന് ആമേൻ പറയാവോ? നടക്കാൻ പോകുന്ന കാര്യം, നടക്കാൻ പോകുന്ന പ്രവചന സംഭവങ്ങളൊക്കെ അതൊന്നും ഞാൻ മറക്കുന്നില്ല. പക്ഷെ വചനത്തിന് ഇന്നും അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഇന്ന് ആരാധിക്കാമെന്ന കുഞ്ഞ്, നീ അസ്വസ്ഥനായിട്ട് ഇറങ്ങിപ്പോകരുത്. ഒരുവൻ രാജത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ എല്ലാറ്റിലും വാഴാൻ അധികാരമുള്ളവനാണ്. നീ ഇവിടെ ഇരുന്ന് ആ കർത്താവൻ ഹല്ലേലൂയ പറയുമെങ്കിൽ, നീ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ, എന്റെ ദൈവത്തോ അവനത് നിവർത്തിച്ചു തരാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ എന്ന വാക്കിന് അർത്ഥം പലത് കണ്ടേക്കാം, പക്ഷെ അതിന്റെ ശക്തി അപ്രമേയമാണെന്ന് എനിക്ക് പല അനുഭവങ്ങൾ കൊണ്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പകലും സഭയോട് ആവശ്യപ്പെടുക, നീ ലജ്ജ കൂടാതെ ഹല്ലേലൂയ പറയാൻ തയ്യാറാക. ഒന്നും കൂടെ ആമേൻ. നമ്മുടെ ദൈവത്തിന് നീ അത് പറയുമ്പോ അതൊരു സ്വർഗീയ ശബ്ദം. അത് നീ മുഴക്കുമ്പോ സാത്താന്യ മേഖലകളിലൊക്കെ വിരളി പിടിപ്പിക്കുന്ന ഒരു ശബ്ദം അത്. ഇന്ന് സഭകളിൽ അത് കുറച്ചു കളഞ്ഞ് കള്ളപ്പിശാച്, ഇവിടെയും അത് കുറയ്ക്കാൻ അവൻ ആണയിട്ട് നോക്കുന്നു. പക്ഷേ ഞാൻ ഈ സങ്കീർത്തനത്തിൽ വാക്ക് വച്ച് പറയുന്നു, ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അവന് ഹല്ലേലൂയ പറഞ്ഞിരിക്കും. ഞങ്ങൾ അവന് സ്തോത്രസ്വരം ഇവിടെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അവൻ രാജത്വമേറ്റിരിക്കുന്നു. അവരവരോട് തന്നെ ഒന്ന് പ്രവചിച്ചു പറഞ്ഞ് അവൻ രാജത്വമേറ്റിരിക്കുന്നു. ഇന്ന് പകൽ അവൻ രാജത്വമേറ്റ ഇനി അവനല്ലേ ഭരണം നടത്തേണ്ടേ? അവൻ നടത്തിയാൽ നിനക്ക് വല്ല കുറവും വരുമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ 4 വോട്ടിന് മുമ്പ് കിറ്റ് തരുന്ന രാജാവല്ല എൻ്റെ രാജാവ്. അവൻ ഏതെങ്കിലും വോട്ട് വരുമ്പോ റേഷനരി കൂട്ടിത്തരുന്ന രാജാവല്ല ഈ രാജാവ്. എന്നും സമൃദ്ധിയായി നടത്തുന്ന, എന്നും കുറവില്ലാതെ നടത്തുന്ന, തന്റെ ജനത്തിന് നന്മയും ഐശ്വര്യവും വിടുതലും കുറവില്ലാതെ പകരുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ വാഴട്ടെ മക്കള്. നമുക്ക് ഒരു രാജാവേ ഉള്ളല്ലേ. ഈ യെശയ്യാ 32:1 വാക്യമുണ്ട്, ഒരു രാജാവ് നീതിയോടെ വാഴും. എത്ര രാജാവ്? ഒരു രാജാവ്
നീതിയോടെ വാഴും. ആ യേശു കർത്താവ് നമ്മുടെ രാജാവായി തീർന്നിരിക്കുകയാൽ നമ്മുടെ ആവശ്യമെല്ലാം നിവർത്തിപ്പാൻ ആ രാജാവ് ശക്തനാകയാൽ ഒരിക്കൽ കൂടെ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്റെ ഉള്ളു കേൾക്കുന്നു. അടുത്ത ഞാൻ പ്രസംഗിക്കാൻ പോവുകയല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഒരു വചനമാണ്. രാജാവ് മാനിക്കുന്ന പുരുഷന് ഇങ്ങനെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ ഒരു വാക്തത്വം പോലെ ഈ രാജാവ് ഇതിനകത്ത് ചിലരെ മാനിക്കുന്ന ദിവസങ്ങൾ അടുത്തു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ കയ്പുകൾ മാറാൻ, നിന്റെ രട്ടുകൾ മാറാൻ ദിവസങ്ങൾ അടുത്തു. ഒരു രാജാവ് തന്നെ ആ കർത്താവ് നമ്മളെ വാഴാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നല്ലവനെന്ന് ഏറ്റുപറയാം. കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവിന്റെ കൃപ കൂടെ നിൽക്കട്ടെ.